everyone, എല്ലാവർക്കും എൻഡോ ബിസിനസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ മൈക്രോസോഫ്റ്റ് എക്സലിന്റെ മാത്തമാറ്റിക്കൽ ഫംഗ്ഷനെ കുറിച്ചിട്ടായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ സം ഫംഗ്ഷൻ പറഞ്ഞിരുന്നു, പിന്നെ മിൻ ആൻഡ് മാക്സ് ഫംഗ്ഷൻ പറഞ്ഞു. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന മൂന്നാമത്തെ ഫംഗ്ഷൻ ആണ്. ഫംഗ്ഷൻ എന്ന് പറയുന്നത് കൗണ്ട് ആൻഡ് കൗണ്ട് എ ഫംഗ്ഷൻ ആണ്. അപ്പോൾ നമുക്ക് ഈ വേർഡ് തന്നെ ഉണ്ട്, അതിന്റെ മീനിങ് എന്താണ് എന്നുള്ളത്. കൗണ്ട് ആൻഡ് കൗണ്ട് എ, തന്ന ഡേറ്റ റേഞ്ചിലെ സെല്ലുകൾ കൗണ്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൗണ്ട് ഉണ്ട്, കൗണ്ട് എ ഉണ്ട് അല്ലെ. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കൗണ്ട് ഫംഗ്ഷൻ എന്താന്നുള്ളത് നോക്കാം. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻ ആണ്. അപ്പോൾ കൗണ്ട് ഫംഗ്ഷൻ ഒരു ഡേറ്റ റേഞ്ചിലെ ന്യൂമറിക്കൽ സെല്ലുകളെ മാത്രം കൗണ്ട് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ന്യൂമറിക്കൽ സെല്ലുകളെ മാത്രം, ഈ ഒരു വാക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. കൗണ്ട് എന്ന് പറയുന്നത് ബാക്കി ഈ ടെക്സ്റ്റ് സെല്ലുകളെയൊന്നും കൗണ്ട് ചെയ്യില്ല എന്നുള്ളതാണ് മീനിങ്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നത് കൗണ്ട് എ ഫംഗ്ഷൻ. അപ്പൊ എന്താണ് കൗണ്ട് എ ഫംഗ്ഷൻ? അതും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻ തന്നെയാണ്. പക്ഷെ അത് എന്തിനെ കൂടി കൗണ്ട് ചെയ്യുന്നുണ്ട്? ഈ ന്യൂമറിക്കൽ സെല്ലുകൾക്ക് പുറമെ ടെക്സ്റ്റ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള സെല്ലുകളെയും കൂടി കൗണ്ട് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ കുറച്ചും കൂടി ഒരു എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ, ചില സെല്ലുകളിലൊക്കെ നെയിം അതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ, ട്രൂ ആണ് ഫാൾസ് ആണോ എന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ ടെക്സ്റ്റുകൾ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള സെല്ലുകളെയും കൂടി കൗണ്ട് ചെയ്യുന്നുണ്ട്. കൗണ്ട് എ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. അപ്പോൾ അതെങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ഡേറ്റ റേഞ്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോ പറഞ്ഞ ഈ സം അതുപോലെ തന്നെ മിൻ ആൻഡ് മാക്സ് ഫംഗ്ഷൻ, അതിലൊക്കെ വെച്ച് നോക്കുമ്പോഴും ഈ ഒരു ഫംഗ്ഷനാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് എനിക്ക് തോന്നുന്നത്. കൗണ്ട് ഫംഗ്ഷൻ നമ്മൾ കൗണ്ട് ചെയ്യുകയാണ്. ഇപ്പൊ നമുക്കറിയാം, നമുക്ക് ഇങ്ങനെ കൗണ്ട് ചെയ്യാം, ഓരോ സെല്ലുകളും നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൗണ്ട് ചെയ്യാം. പക്ഷെ നമുക്ക് ചില സമയങ്ങളിൽ ഒരുപാട് ഡേറ്റാസ് ഉണ്ടാവും, ഒരുപാട് നമ്പേഴ്സ് ഉള്ള സെല്ലുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കൗണ്ട് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമുള്ള ഒരു കാര്യമാണ്. ആ ഒരു ടൈമിൽ ഏറ്റവും ഈസി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൗണ്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സെല്ല് സെലക്ട് ചെയ്യുക, ഈക്വൽ ടു കൗണ്ട്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈക്വൽ ടു കൗണ്ട്, അതുപോലെ തന്നെ ഇനി എന്ത് റേഞ്ച് ആണോ വേണ്ടത് ആ റേഞ്ച് സെലക്ട് ചെയ്യുക. അപ്പൊ നമ്മൾ കൗണ്ട് എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ വന്നു ഇവിടെ കൗണ്ട്. അതിന്റെ താഴെ തന്നെ കൗണ്ട് എയും ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ പറയുന്നത് ഈ രണ്ട് ഫംഗ്ഷനെ കുറിച്ചിട്ടുമാണ്. നമ്മൾ ആദ്യം ഈ ഫംഗ്ഷൻ നോക്കി നോക്കാം, കൗണ്ട്. അപ്പൊ അത് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് നമുക്ക് വേണ്ടത്, നമുക്ക് ഈ ഒരു മൊത്തമായിട്ടുള്ള എല്ലാ സെല്ലുകളും എത്രയാണ് എന്നുള്ളത്. അപ്പൊ നമ്മൾ അതിനായിട്ട് മൊത്തം റേഞ്ച് സെലക്ട് ചെയ്യാണ്, എൻ്റർ അടിച്ചു. അപ്പൊ നമുക്ക് വന്ന ആൻസർ എത്രയാണ്? 24 ആണ്. അപ്പൊ നമ്മളൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. അപ്പൊ കൗണ്ട് ചെയ്യുന്ന വേറൊരു ഇത് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ താഴെ കാണാം ആവറേജ്, സമ്മ്, അതുപോലെ തന്നെ കൗണ്ട്. ഇത് മൂന്നും നമുക്ക് കാണാം. അപ്പൊ ഇതിൽ കൗണ്ട് എന്ന് പറഞ്ഞ ഈ ഒരു ഇത് കണ്ടോ? അപ്പൊ 35 സെല്ലുകൾ ഉണ്ട് ഇത് മൊത്തമായിട്ട്. നമുക്ക് എണ്ണി നോക്കിയാൽ അറിയാം, 4, 5, 6 അങ്ങനെ ടോട്ടലി ഇതില് 35 സെല്ലുകൾ ഉണ്ട്. പക്ഷെ നമുക്ക് എന്തേ വന്നിട്ടുള്ളൂ? 24 വന്നിട്ടുള്ളൂ. എന്താ, നമ്മൾ എല്ലാ സെല്ലുകളും സെലക്ട് ചെയ്തതല്ലേ, റേഞ്ച് നമ്മൾ അത് തന്നെ ഫുൾ ആയിട്ട് തന്നെയല്ലേ സെലക്ട് ചെയ്തത്. പക്ഷെ എന്തുകൊണ്ടാണ് 24 വന്നത്? അപ്പൊ അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്, കൗണ്ടും കൗണ്ട് എയും തമ്മിലുള്ള ഡിഫറൻസ്. കൗണ്ടിൽ നമ്മൾ എന്തേ കൺസിഡർ ചെയ്യുള്ളൂ? ന്യൂമറിക്കൽ സെല്ലുകളെ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ ഇപ്പൊ ഇതിൽ വന്നിട്ടുള്ളത് ഇത്രയും ഭാഗങ്ങൾ മാത്രമേ കൗണ്ടിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഫംഗ്ഷന്റെ ഡീമെറിറ്റ് എന്ന് പറയണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഇങ്ങനത്തെ ആൽഫബറ്റിക് ആയിട്ടുള്ള ടേംസ് ഒന്നും, സെല്ലുകളൊന്നും അത് കൗണ്ട് ചെയ്യില്ല എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ നമുക്ക് കൗണ്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം.
നമുക്ക് ഇങ്ങനെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇതിൽ നോക്കുകയാണെങ്കിൽ കാണാം ദാ കൗണ്ട് 24 ആണ്. ഞാൻ പറഞ്ഞ പോലെ നോക്കുമ്പോൾ ഇത് കറക്റ്റ് ആണ്. ഇനി ഈ കൗണ്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമുക്ക് വേറെ രീതിയിലും കൂടി ചെയ്യാം. ഫോർമുലാസിൽ ഓട്ടോ സമ്മില് കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടായിരിക്കും, കൗണ്ട് നമ്പേഴ്സ്. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വന്നു. അപ്പൊ റേഞ്ച് നമുക്ക് സെലക്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ടോട്ടല് എല്ലാ റേഞ്ചും നമ്മൾ സെലക്ട് ചെയ്തു, എൻ്റർ അടിച്ചു. അപ്പോഴും കണ്ടില്ലേ 24 ആണ് വന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ഒരു മെത്തേഡ് ട്രൈ ചെയ്യാം. ഇൻസേർട്ട് ഫംഗ്ഷൻ ആണ്. അതിൽ കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ഇതാ ഇതിൽ കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് നമ്മൾ ഓക്കെ കൊടുത്തു. അപ്പൊ നമുക്ക് റേഞ്ച് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ റേഞ്ച് ഇതേപോലെ തന്നെ സെലക്ട് ചെയ്തു. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ. നമ്മൾ ഓക്കെ കൊടുത്തു. അപ്പോഴും 24 വന്നു. ഇനി നമുക്ക് ഈ ഒരു കോളത്തിൽ മാത്രം എത്ര സെല്ലുകൾ ഉണ്ട് എന്ന് നോക്കാൻ നമ്മൾക്ക് ഈ ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്കൊന്ന് നോക്കി നോക്കാം. നമ്മൾ ഇവിടെ ഒന്ന് സെർച്ച് ചെയ്യാണ്, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കൗണ്ട് എന്ന് സെർച്ച് ചെയ്തു. അപ്പൊ തന്നെ ഇവിടെ വന്നു. ഇത് നമ്മൾ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തിട്ട് ഈ റേഞ്ച് മാത്രം മതിയെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് ഓക്കെ കൊടുത്തു. അപ്പോൾ 6 എണ്ണമാണ് ആണല്ലോ, അത് ശരിയാണല്ലോ. 1 2 3 4 5 6 6 സെല്ലുകൾ തന്നെയാണുള്ളത്. നമ്മൾ ഡ്രാഗ് ചെയ്തു. നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്തപ്പോൾ 6 സെല്ലുകളാണ് ഉള്ളതെന്ന് പറഞ്ഞു. അപ്പൊ ഇത് കൗണ്ട് ഇതിൽ കറക്റ്റ് ആണ്. ഇനി നമ്മൾ ഇതേപോലെ തന്നെ ഈ ഒരു സെല്ലൊന്ന് ഡിലീറ്റ് ചെയ്തു. നമ്മൾ വേറൊരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്യാണ്. അതും കൂടി ഒന്ന് കൗണ്ട് എന്ന് കൊടുത്തു, ഓക്കെ കൊടുത്തു. നമ്മൾ ഈ റേഞ്ച് ഒന്ന് എഴുതി കൊടുക്കാം. ബി വേണ്ട, A1 ഇത് മുതൽ E7 വരെ ഉള്ളത് നമ്മൾ കൊടുക്കുകയാണ്, ആ റേഞ്ച് കൊടുക്കുകയാണ്. അപ്പോൾ A1 E7. അപ്പൊ ഇതിലെന്താ നെയിം, ഇംഗ്ലീഷ്, ഹിന്ദി ഇതൊക്കെ കൺസിഡർ ചെയ്യുന്നുണ്ടെന്ന് ആ ബ്രാക്കറ്റിൽ കാണിക്കുന്നുണ്ട്. എന്നാലും 24 ആൻസർ കാണിക്കുള്ളൂ. കാരണം കൗണ്ടിന്റെ ഫംഗ്ഷൻ ഓൺലി ന്യൂമറിക്കൽ വാല്യൂസ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ന്യൂമറിക്കൽ വാല്യൂസ് അടങ്ങുന്ന സെല്ലുകൾ മാത്രമേ കൗണ്ട് ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുള്ളൂ. ഇനി നമുക്ക് ഇതിൽ കൗണ്ട് എ കൊടുത്താൽ എന്ത് ഡിഫറൻസ് ഉണ്ടാവും എന്നുള്ളത് നോക്കാം. ഈക്വൽ ടു കൗണ്ട് എ. ഇനി നമ്മൾ മൊത്തമായിട്ട് ഈ ഒരു റേഞ്ച് സെലക്ട് ചെയ്തു, എൻ്റർ കൊടുത്തു. കണ്ടോ, ഇതിൽ നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് ഇവിടെ നോക്കുകയാണെങ്കിലും 35 ആണ്, ഇവിടെയും 35 ആണ്. അപ്പൊ ഇതിൽ കൗണ്ട് എയിൽ ഇതൊക്കെ കൺസിഡർ ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ഡിഫറെന്റ് മെത്തേഡിൽ എങ്ങനെ കൗണ്ട് എ കണ്ടെത്താം എന്നുള്ളതാണ് നോക്കുന്നത്. കൗണ്ട് എ ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് റേഞ്ച് വേണമെങ്കിൽ കൊടുക്കാം. A1 E7 ഇതാണ് സെക്കൻഡ് മെത്തേഡ്. അപ്പോഴും 35 കിട്ടി. ഇനി നെക്സ്റ്റ് ഒരു മെത്തേഡ് ഓട്ടോ സമ്മില്. ഇതിൽ കൗണ്ട് നമ്പേഴ്സ് കൗണ്ട് ആണ് വരുന്നത്. അപ്പൊ മോർ ഫങ്ഷൻസ് നമ്മൾ എടുത്തു. അപ്പോൾ നമ്മൾ പോകുന്നത് ഈ ഇൻസേർട്ട് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ഈ വിൻഡോക്ക് തന്നെയാണ്. അതിൽ നമ്മളിവിടെ സെർച്ച് ബാറിൽ സെർച്ച് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇതാ കൗണ്ട് എ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫംഗ്ഷൻ വന്നിട്ടുണ്ട്. അത് സെലക്ട് ചെയ്തു. നമുക്ക് ഏത് റേഞ്ചാണോ വേണ്ടത് ആ റേഞ്ച് ഞാൻ മൊത്തമായിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഓക്കെ കൊടുത്തു. അപ്പൊ 35 വന്നിട്ടുണ്ട്. ഇനി ആ ഒരു മെത്തേഡ് തന്നെ നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്യുന്നതിന് പകരം റേഞ്ച് ഒന്ന് കൊടുത്തു നോക്കുകയാണ്. A1 E7 അപ്പോഴും 35 വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എല്ലാ രീതിയും നമ്മൾ ട്രൈ ചെയ്തു. ഓരോ കോളത്തിലും നമ്മൾ ഒന്ന് നോക്കി നോക്കുകയാണ് കൗണ്ട് എ എങ്ങനെ വർക്ക് ആവും എന്നുള്ളത്. ഇംഗ്ലീഷും കൂടി ആ സെല്ലും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ 7 എന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഇതിലെല്ലാം സെയിം ആയിരിക്കും. ഇങ്ങനെയാണ് കൗണ്ടും അതുപോലെ തന്നെ കൗണ്ട് എ ഫംഗ്ഷനും വർക്ക് ചെയ്യുന്നത്.
അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയിൽ വരുന്നവരേക്കും എല്ലാവരോടും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.